തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ ദാസരെ ശ്രവിക്കുവിൻ എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവൻ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവിക ഇടപെടലിൻ്റെ നിമിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വചന ശുശ്രൂഷ പങ്കെടുത്തപ്പോൾ ദൈവമക്കൾക്കുണ്ടായ വലിയ ദൈവിക ഇടപെടലുകളെക്കുറിച്ച് 1-2 പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പാലാ രൂപതയിലെ രാമപുരം ഇടവകയിൽ നിന്ന് ഏലിക്കുട്ടി സേവ്യർ സാക്ഷ്യപ്പെടുത്തുന്നത്, ഞങ്ങൾ എല്ലാ ആഴ്ചയും സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന കുടുംബമാണ്. എനിക്ക് 8 മാസമായി ദേഹം മുഴുവനും ചൊറിച്ചിലായിരുന്നു. അലോപ്പതിയും ആയുർവേദവും മറ്റു ട്രീറ്റ്മെൻറ്റുകളും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ രോഗത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ചില ദിവസങ്ങളിൽ രാത്രിയിൽ ചൊറിച്ചിലും അലർജി നിമിത്തം ഉറങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. ഇങ്ങനെ ദുർപീഡ സഹിച്ച് തളർന്നിരിക്കുമ്പോൾ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ ചെയ്യുന്ന വചന പ്രഘോഷണം ഞങ്ങൾ ഒന്നിച്ച് കേട്ടു. ഞങ്ങൾ ഒന്നിച്ച് യേശുവിനെ ആരാധിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ ആ രോഗപീഠ ഞങ്ങളുടെ കുടുംബത്തെ അലട്ടിയിട്ടില്ല. ഏലിക്കുട്ടി സേവ്യർ, കട്ടക്കയം ഹൗസ്, രാമപുരം ബസാർ, വെള്ളിലാപ്പള്ളി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ടെലിവിഷനിലൂടെ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം തങ്ങളോട് സംസാരിക്കുന്നതായി തിരിച്ചറിഞ്ഞ് യേശുവേ എന്ന് വിളിച്ചപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചു. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. തൃശ്ശൂർ അതിരൂപതയിൽ നിന്നാണ് ഈ വ്യക്തി എഴുതുന്നത്. 48 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. എൻ്റെ പേര് വത്സ. എനിക്ക് കുറേ കാലങ്ങളായിട്ട് പൈൽസിൻ്റെ അസുഖമുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷ കേട്ട് ഞാനും കുടുംബവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ആ നിമിഷം തന്നെ എൻ്റെ പൈൽസ് രോഗം പരിപൂർണമായും വിട്ടുപോയി. വർഷങ്ങളായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പൈൽസ് അതിനുശേഷം ഇന്ന് വരെ, കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇന്ന് വരെ എന്നെ അലട്ടിയിട്ടില്ല. ആ രോഗം എൻ്റെ ദൈവം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എന്നെ സൗഖ്യപ്പെടുത്തി. എൻ്റെ യേശുവിന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 48 വയസ്സുള്ള വീട്ടമ്മ, വർഷങ്ങളായുള്ള പൈൽസ് രോഗം, സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ പ്രഘോഷണം ചെയ്യുന്ന വചന ശുശ്രൂഷ പങ്കെടുത്ത് ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോയി. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ഇരുന്ന് യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുക, യേശുവിൻ്റെ നാമത്തെ സ്തുതിക്കുക. യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്നിടത്ത് യേശുവിൻ്റെ ആത്മാവുണ്ട്. യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്നിടത്ത് സ്വർഗം ഇറങ്ങി വരുന്നു. യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്നിടത്ത് നിന്ന് ദൈവ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അവരുടെ ഭക്ഷ്യവും പാനീയവും അവിടെ നിന്ന് ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. കർത്താവേ, കുടുംബത്തിൽ അങ്ങയുടെ മക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ അതിരുവികളെയും എല്ലാ
പൈശാചിക പീഡകളെയും അവിടുന്ന് ഇപ്പോൾ തകർത്ത് കളയണമേ. ഓ ദൈവമക്കളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിപരീത ശക്തികളെയും നസ്രായൻ നാമത്തിൽ ശാസിക്കുന്നു. രോഗശക്തികളെ നസ്രായൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. പൈശാചിക പീഡകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ കോട്ടകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കുഞ്ഞുങ്ങളും യുവതിവാക്കന്മാരും ബാലികാ ബാലന്മാരും കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ യേശുനാമത്തിൽ അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, എന്നെ കേൾക്കുന്നവൻ എന്നെ അയച്ചവനെ കേൾക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ സ്ലേഹന്മാർക്ക് ദൈവിക ഹിതം വെളിപ്പെടുത്തി കൊടുത്ത അതിപ്രധാനമായ വെളിപ്പെടുത്തലാണ് ലൂക്ക 10:16. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? സ്ലീഹന്മാരെ ആരെല്ലാം ശ്രവിക്കുന്നുവോ അവരെല്ലാം ദൈവത്തെ തന്നെയാണ്, യേശുവിനെ തന്നെയാണ് ശ്രവിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം സഗിയോൻ ധ്യാന കേന്ദ്രത്തിലൊരു സംഭവം ഉണ്ടായി. ഒരു മർക്കടമുഷ്ടി ചേട്ടൻ ധ്യാനം കൂടാൻ വേണ്ടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. അന്ന് റെനി പുല്ലുകാലായിൽ എന്ന് പറഞ്ഞൊരു അച്ഛൻ കൊച്ചച്ഛനായി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ചാർജ് എടുത്ത ആദ്യത്തെ കാലഘട്ടം. ഈ മർക്കടമുഷ്ടി ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ആ അച്ഛൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വിട്ടയച്ച്. ആ അച്ഛനോ വളരെ ചെറിയ ഒരച്ഛൻ, കാണുമ്പോൾ വലിയ ഫിഗറൊന്നും ഇല്ലാത്തൊരച്ഛൻ. ഈ കീറാമുട്ടി ചേട്ടൻ ആ അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ തന്നെ ഈ കീറാമുട്ടി ചേട്ടന് തോന്നി, ഓ ഈ അച്ഛനിലൂടെയാണോ ഇനിയിപ്പോൾ ദൈവം സംസാരിക്കാൻ പോണത്. കണ്ടിട്ട് കണ്ണി പിടിക്കുന്നില്ല. എന്തായാലും ശരി, അവിടെ അദ്ദേഹം ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലം തുടക്കമാണ്. പട്ടം കിട്ടി 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് അച്ഛനെ കർത്താവ് അയച്ചു. ആ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ആദ്യത്തെ സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആദ്യത്തെ അനുഭവങ്ങളാണ്. അച്ഛൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞു. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഓ ദൈവമേ സംസാരിക്കണമേ, ഇടപെടണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛൻ ആലോചന കൊടുത്തു. അച്ഛൻ ആ ആലോചന ലഭിച്ചപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ്റെ വയറ്റിൽ എന്തെങ്കിലും അസുഖമുണ്ടോ? വയറ്റിൽ എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ? ഉടനെ ചേട്ടന് ലോട്ടറി അടിച്ച ചേട്ടൻ പറഞ്ഞ് തെറ്റിപ്പോയി. അച്ഛന് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ചേട്ടൻ സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഉടനെ അച്ഛൻ മനസ്സിലായി എന്തോ അബദ്ധം പറ്റിയതാണെന്ന് എന്ന ഭാവത്തിൽ അച്ഛൻ പറഞ്ഞ ഇരിക്കി സാരല്ല നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ വേഗം പ്രാർത്ഥിച്ച് ചേട്ടനെ പറഞ്ഞയച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ പിന്നീട് വന്ന് എന്നോട് വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ആ ചേട്ടൻ ഈ അച്ഛനൊന്നും ശരിയല്ല, ഈ ഇങ്ങനെയുള്ളതൊക്കെ വെറും തട്ടിപ്പാണ്, ഈ പ്രാർത്ഥനയൊക്കെ വെറും തട്ടിപ്പാണ്, ഇതൊക്കെ വെറുതെയാണ് എന്നെല്ലാം കുനിഷ്ട് ചിന്തിച്ച് ആ ചേട്ടൻ വചന ഹോളിലേക്ക് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 1/2 മണിക്കൂർ പോലും തികഞ്ഞില്ല. ഈ ചേട്ടൻ്റെ ഉള്ളിൽ കടന്ന് കുടലുകളും ആന്തരിക അവയവങ്ങളെല്ലാം കൂടി ഇളകി മറിയണത് ഭയങ്കര ബഹളം. ഈ ചേട്ടൻ ഇരിക്കാനും നിൽക്കാനും പറ്റാത്തത്ര വയറുവേദന. ഈ ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കാര്യം മനസ്സിലായി. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ എളിമപ്പെട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട് ഉള്ളതുപോലെ ആ കുഞ്ഞച്ഛനോട് തുറന്ന് പറഞ്ഞു. ഈ ചേട്ടന് ഏതാണ്ട് 12 വർഷം മുമ്പ് വരെ കഠിനമായ അൾസർ രോഗമുള്ള ചേട്ടനാണ്. കഠിനമായ അൾസർ രോഗ നിമിത്തം വയറ്റിൽ നിന്ന് ചോര പോലും പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള അൾസർ രോഗബാധ നിമിത്തം ക്ലേശിച്ചിരുന്ന ചേട്ടനാണ്. എന്നാൽ കഴിഞ്ഞ 12 വർഷമായിട്ട് ആ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ വേദനയൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ആ കാര്യമാണ് ചേട്ടൻ സൗകര്യപൂർവ്വം മറന്ന് അത് അച്ഛനോട് വെളിപ്പെടുത്താതിരുന്നത്. എന്നാൽ ഡോർമൻ സ്റ്റേജിൽ മങ്ങിക്കിടക്കുന്ന ആ രോഗത്തെ സുഖപ്പെടുത്താൻ ദൈവം ഇടപെട്ട നിമിഷങ്ങളായിരുന്നു അത്. ആ ചേട്ടൻ അത് മറച്ചു വെച്ച്. എന്നാൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്താൻ തക്കവണ്ണം വേദികൾ ഒരുക്കി കൊടുത്ത് ആ ചേട്ടൻ ഉള്ളതുപോലെ തുറന്നു പറഞ്ഞു, എനിക്ക് അൾസർ രോഗം ഉണ്ടച്ചാ, എനിക്ക് രക്തം വയറ്റിൽ നിന്ന് പോകുന്ന പോലെ അൾസർ രോഗബാധകൾ വർഷങ്ങളായുള്ള പീഡയാണ്, എന്നെ പ്രാർത്ഥിക്കണം. ആ ചേട്ടൻ മുട്ടുകുത്തി. അച്ഛൻ പ്രാർത്ഥിച്ചു. അന്ന് ആ നിമിഷം അവിടെ വെച്ച് ആ ചേട്ടൻ്റെ അൾസർ രോഗബാധ വിട്ടുമാറിപ്പോയി.
പിന്നെ ആ ചേട്ടൻ വീട്ടിൽ പോയി കുറേ മാസങ്ങൾ ഒരു വർഷത്തോളം നോക്കി. ഒരു തരത്തിലുള്ള പ്രശ്നവും ഉദരത്തിലില്ല. ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് ചൂടും കഴിക്കാം, ഏത് തണുപ്പും കഴിക്കാം, ഏത് എരിവും കഴിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ആ ചേട്ടൻ ഒരു 1000 രൂപ റെനിയച്ചൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ദശാംശമായിട്ട് അച്ഛൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്വീകരിക്കണം. ഒരു പക്ഷേ ആ റെനിയച്ചൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി പണം കൊടുത്ത് ദശാംശം കൊടുത്ത് സഹായിക്കുന്ന ചേട്ടനായിരുന്നിരിക്കാം ആ ചേട്ടൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ഈ അച്ഛനെ കണ്ടപ്പോൾ, ഈ പ്രായം കുറഞ്ഞ അച്ഛനെ കണ്ടപ്പോൾ, ഈ മുഴുപ്പില്ലാത്ത അച്ഛനെ കണ്ടപ്പോൾ, ഈ ഫിഗറില്ലാത്ത അച്ഛനെ കണ്ടപ്പോൾ ആ ചേട്ടന് കണ്ണിപ്പിടിച്ചില്ല. ആ അച്ഛനിലൂടെ വരുന്ന സ്വരം ദൈവസ്വരമായി സ്വീകരിക്കാൻ ആ ചേട്ടൻ്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് ആ ചേട്ടനെ സമ്മതിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് 1-2 ചേട്ടന്മാർക്കുള്ള വിഷയമല്ല, 1-2 കുടുംബങ്ങളുള്ള വിഷയമല്ല. ഇത് ഒരുപാട് കുടുംബങ്ങളിലുള്ള ദുർപീഡയാണ്. ഇത് ഒരുപാട് ദൈവമക്കളെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലയാണ്. ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വചനത്തെ എതിർക്കാനും നിഷേധിക്കാനും അതിനെ അംഗീകരിക്കാനും അതിന് വിധേയപ്പെടാതിരിക്കാനുമുള്ള പൈശാചികമായ ദുർപീഡ ഇന്ന് അനേകം ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം കുടുംബങ്ങളെ ഇത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശുദ്ധ ലിഖിതം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം, യൂദയ ജെറുസലേം നിവാസികളെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ദൈവത്തെ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ പ്രവാചകന്മാരെയും വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. എന്നാൽ ഇന്ന് അനേകം വ്യക്തികൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇടവകയിൽ ദൈവവചന പ്രഘോഷണം നടക്കുമ്പോൾ ടെലിവിഷനിലൂടെ കുടുംബങ്ങളിൽ വന്ന് ദൈവത്തിൻ്റെ ദൂതുകൾ കുടുംബാംഗങ്ങൾ അറിയിക്കുമ്പോൾ, ലീഫ്ലെറ്റിലൂടെയും പുസ്തകങ്ങളിലൂടെയും ദൈവവചനങ്ങൾ കുടുംബങ്ങളിൽ എത്തിക്കുമ്പോൾ, ഇടവക പള്ളിയിൽ ഞായറാഴ്ച തോറും ദൈവവചന ശുശ്രൂഷകൾ നടക്കുമ്പോൾ, ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന നിമിഷമാണിത് എന്ന് ചിന്തിക്കാനോ തിരിച്ചറിയാനോ പറ്റാതെ പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ വ്യക്തമായി ദൈവം ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം, ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളോ ദഹന ബലികളോ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ദഹനബലികളും കാഴ്ചകളും ഒന്നും നമ്മുടെ പിതാക്കന്മാരോട് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ ദൈവം ആവശ്യപ്പെട്ടില്ല. പിന്നെ ഒരു ചെറിയ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ കാര്യമാകട്ടെ ഇത് മാത്രമാണ്, നിങ്ങൾ എന്നെ അനുസരിക്കുക, നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ജനത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജെറമിയ 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നതാണ്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കലേക്ക് ഞാൻ അയച്ചു. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തിട്ടില്ല. ദൈവം നേരിട്ടല്ല ആ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അയച്ചു. ദൈവം പറയുകയാണ്, 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഞാൻ അവരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ എൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ അവൻ കേട്ടില്ല. എൻ്റെ വാക്കവൻ കേട്ടില്ല എന്ന് തന്നെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ശ്രവിക്കാതിരുന്നപ്പോൾ ദൈവം പറയാണ്, അവർ എൻ്റെ വാക്കുകൾ കേട്ടില്ല. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ, ദൈവം തൻ്റെ ദാസന്മാരിലൂടെ സ്വർഗത്തിൻ്റെ ദൂത് നമുക്ക് തരുമ്പോൾ നമുക്ക് അത് ശ്രവിക്കാൻ പറ്റാതെ പോകുന്നത്? അതിനുള്ള 3-4 കാരണങ്ങൾ ദൈവവചനങ്ങളിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ കാരണം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലുണ്ട്, നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിനക്ക് ഭ്രാന്തനായി, ആത്മാവിനാൽ പ്രചോദിതനായവൻ നിനക്ക് വിഡ്ഢിയായി. നിന്റെ വലിയ അപരാധവും നിന്റെ വലിയ ദുഷ്ടതയും നിന്റെ വലിയ വിദ്വേഷവും നിമിത്തം
പ്രവാചകൻ നിനക്ക് ഭ്രാന്തനായി, ആത്മാവിനാൽ പ്രചോദിതനായവൻ നിനക്ക് വിഡ്ഢിയായി എന്ന് പറഞ്ഞാൽ നിനക്ക് പരിഹാസ വിഷയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം കുടുംബങ്ങളുടെ വേദന ഈ കാലഘട്ടത്തിൽ എന്നോട് പങ്കുവെച്ച് ഓർമ്മിക്കുകയാണ്. ഇടവകയിൽ ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനത്തെ വീട്ടിലിരുന്ന് നഖശികാന്തം വിമർശിക്കുന്നു, ദുഷിക്കുന്നു, പരിഹസിക്കുന്നു, ആ ധ്യാനത്തിന് പോകാൻ സമ്മതിക്കുന്നില്ല. ടെലിവിഷനിൽ വചന ശുശ്രൂഷ നടക്കുമ്പോൾ കുടുംബത്തിലെ ചില അംഗങ്ങൾ അതിനെ എതിരെ നഖശികാന്തം ആക്രമണം അഴിച്ചുവിട്ട് ചാനലുകൾ മാറ്റി വേറെ ഏതെങ്കിലും ചപ്പുചവറ് പരിപാടികൾക്ക് വേണ്ടി ചാനലുകൾ മാറ്റിപ്പോകുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കുടുംബാംഗങ്ങളെ സമ്മതിക്കുന്നില്ല. ഒരുപാട് കുടുംബങ്ങളിൽ ടെലിവിഷനിലൂടെ വചന ശുശ്രൂഷ വരുമ്പോൾ ദൈവവചന ശുശ്രൂഷയെ നിന്ദിച്ച് വചന പ്രഘോഷകരെ പരിഹസിച്ച് ചാനലുകൾ മാറ്റി കുടുംബത്തിൽ വചനം കേൾക്കാൻ വേണ്ടി ആത്മാവ് ഉണർത്തിയവർക്ക് വചനം കേൾക്കാൻ പറ്റാത്തവണ്ണം കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും കലഹങ്ങളും ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണിത്? അതിൻ്റെ ഒരു കാരണം ദൈവവചനത്തെക്കാൾ കൂടുതൽ ലോകവചനങ്ങൾ സ്വീകരിക്കാനുള്ള കാരണത്തിൻ്റെ ഒരു കാരണം വലിയ അപരാധവും വലിയ വിദ്വേഷവും ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളത് തന്നെ. മറ്റൊരു കാരണത്തെക്കുറിച്ച് ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപം, അശുദ്ധിയുടെ പാപമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അശുദ്ധിയുടെ ദുർഭൂതം ഇരിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ, ദൈവവചനമോ ദൈവത്തിൻ്റെ ദാസന്മാരോ ആ പരിസര പ്രദേശങ്ങളെങ്ങാനും വന്നാൽ കലിയിളകി ഹാലിളകി അതിനെതിരെ നഖശികാന്തം ആക്രമണം അഴിച്ചുവിടുന്ന ഒരു പ്രത്യേക പ്രകൃതത്തിന് ഞാനും നിങ്ങളും ഉടമകളായി മാറും. ഈ മറ്റൊരു കാരണം ദൈവവചന ശുശ്രൂഷകളോട് എതിർപ്പും മല്ലടിക്കുന്ന പ്രകൃതവും നമ്മൾ അങ്കുരിക്കാൻ മറ്റൊരു കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. യോഹന്നാൻ 10:20 ദൈവപുത്രനായ യേശു ക്രിസ്തു വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പണ്ഡിത മന്യന്മാരായ ഫരിസയന്മാരും നിയമജ്ഞന്മാരും സദുക്കായന്മാരും അങ്ങനെ ഞങ്ങൾ ഒരുപാട് നന്മകളുള്ളവരാണെന്ന് ഭരിച്ചു വശായി ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കുകയാണ്. അവർ പറയുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ 10:20 അവന് പിശാചുണ്ട്, അവൻ ഭ്രാന്തനാണ്, അവൻ പറയുന്നത് നാം എന്തിനു കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെയേറെ പേർ പറഞ്ഞു. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, അവൻ പറയുന്നത് നാം എന്തിനു കേൾക്കണം, ഇവൻ പറയുന്നത് നാം എന്തിനു കേൾക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ദൈവവചന ഗ്രന്ഥം കൈകളിലെടുത്ത് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന് സമർപ്പിച്ച പല ആളുകളെ കാണുമ്പോൾ ചില ആളുകൾ നെറ്റിച്ച് വിളിച്ച് ചോദിക്കുകയാണ്, ഇവൻ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം, ഇവനെ എനിക്കറിയാം, ഇവൻ ആരാണ്. അദ്ദേഹത്തിന് നേരെ ദൂഷണങ്ങൾ അഴിച്ചുവിടുന്നു. ഇവന് ഭ്രാന്താണ്, ഇവന് പിശാചുണ്ട്, അവൻ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം. പണ്ഡിത മന്യന്മാരും ഊതി വീർപ്പിച്ച ബലൂൺ പോലെയുള്ളവരും എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുടെയും അഹംഭാവത്തിൻ്റെയും കൂടാരങ്ങൾക്ക് ദൈവവചനം കേൾക്കുമ്പോൾ എതിർപ്പും കലിയിളകുന്ന അനുഭവങ്ങളും ഉണ്ടാകും. ഒരു മല്ലടിക്കുന്ന പ്രകൃതം ഹൃദയത്തിൽ അങ്കുരിക്കും. ദൈവവചനത്തോട് മല്ലടിക്കാനുള്ള മറ്റൊരു കാരണം റോമാലേഖനം 7-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിലുണ്ട്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല. വീണ്ടും ദൈവവചനത്തോട് എതിർപ്പ് തോന്നാൻ ഒരു ദൈവ പൈതലിനെ ബന്ധിക്കുന്ന മറ്റൊരു പാപം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതത്തിലുണ്ട്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ലോകപ്രകാരമുള്ളൊരു മനസ്സാണെങ്കിൽ, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു മനസ്സാണെങ്കിൽ, ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതമാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ദാസന്മാരെ സ്വീകരിക്കാനോ അവരെ ബഹുമാനിക്കാനോ അവരിലൂടെ വരുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ സ്വരമായി അംഗീകരിക്കാനോ കഴിയാത്തവണ്ണം അവരുടെ കണ്ണുകൾ അടച്ച് കുരുടിപ്പാമ്പിനെ പോലെ, കണ്ണുപൊട്ടന്മാരെ പോലെ അന്ധമായ കണ്ണുകളോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റാത്തവണ്ണം നിദ്രാലസമായ ആത്മാവോടുകൂടെ ജീവിക്കുന്നവരാണെന്ന് തിരിച്ചറിയണം. 1 കൊറിന്തോസ് 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ദാസന്മാരിലൂടെ വചനം പ്രസംഗിക്കുമ്പോൾ, അവിടുത്തെ ദാസന്മാരിലൂടെ സ്വർഗത്തിൻ്റെ ദൂതുകൾ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ദേശത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്തവണ്ണം സാത്താൻ ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ
സാത്താൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കെണിയൊരുക്കിയിട്ടുണ്ടെങ്കിൽ സാത്താൻ്റെ എല്ലാ കുതന്ത്രങ്ങളെയും തകർത്ത് ദൈവത്തിൻ്റെ ദൂതുകൾക്ക് ഹൃദയം തുറന്ന് ദൈവ വഴികളിലൂടെ നടക്കാനുള്ള വലിയ ഉണർവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവവചനത്തിൽ മല്ലടിക്കുന്ന, ആത്മീയ പ്രേരണകളോട് മല്ലടിക്കുന്ന, ദൈവവചന ശുശ്രൂഷകളോട് മല്ലടിക്കുന്ന, പരിശുദ്ധാത്മ മല്ലടിക്കുന്ന എല്ലാ എതിർപ്പിൻ്റെ അരൂപികളെയും എല്ലാ അന്ധകാരത്തിൻ്റെ കോട്ടകളെയും നസ്രായന നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. ഈ നിമിഷങ്ങളിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഹൃദയം ദൈവത്തിങ്കലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. 25-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. ഇതാ 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ദൈവമായ കർത്താവ് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു, തൻ്റെ അനുഗ്രഹങ്ങളെ ചൊരിയുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി യേശുവിനെ നാമം വിളിച്ച് യേശുവിനെ ആരാധിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ കർത്താവേ, ഈ നിമിഷങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിച്ച് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കടബാധിതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓ കർത്താവേ, തീരാവ്യാധികളുടെ മേൽ അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കർത്താവേ, ദുഷ്ടാത്മ പീഡകൾ അങ്ങയുടെ അത്ഭുത നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അങ്ങയുടെ ജനം മുഴുവൻ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, മാറാനാത്ത. ഞാൻ 2 വർഷം മുൻപ് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയ എൻ്റെ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. 14 വർഷമായിട്ട് സ്ഥിരമായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്ന ആളായിരുന്നു. കണക്കും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. എനിക്ക് ആൾക്കാരെ ഒന്നും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ 2 ഇരട്ടി വലിപ്പത്തിലായിരുന്നു ഞാൻ കാണുന്നത്. അതുപോലെ മുഖമൊക്കെ ഇങ്ങനെ എനിക്കൊന്നും കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആയിരുന്നത് കൊണ്ട് കണ്ണാടി വെക്കുന്നുണ്ടായിരുന്നു. 15 വർഷത്തോളം ആയിട്ട് കണ്ണാടി സ്ഥിരം എപ്പോഴും ചോറുണ്ടുമ്പോൾ പോലും ഞാൻ കറികളൊക്കെ ഇഷ്ടം തോന്നാഎടുത്ത് മാറ്റി വെച്ചിട്ട് കണ്ണാടി എടുത്ത് മാറ്റി വെച്ചാൽ പിന്നെ കാണാൻ പറ്റില്ല. അതിനകത്ത് മുളകാണോ എന്താ കിടക്കുന്നതില്ല. അതുകൊണ്ട് കണ്ണാടി അപ്പോഴേ എടുത്ത് വെക്കും. അതേ അവസ്ഥയായിരുന്നു. എനിക്ക് അതിന് പോലും പരാതി ഞാൻ പറഞ്ഞില്ല. എങ്കിലും ധ്യാനം കഴിഞ്ഞ് ഞാൻ വന്നത് പോലെ കുറേ മാറ്റം ഉണ്ടായിരുന്നു. ഒരു 10-30 ദിവസം കൊണ്ട് കംപ്ലീറ്റും എൻ്റെ കണ്ണാടിയുടെ ആവശ്യമേ ഇല്ല. ഞാൻ കണ്ണാടി ഉപയോഗിക്കും. 18 വർഷമായി കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരിക്ക് ധ്യാനത്തിൽ വെച്ച് ഈശോ കണ്ണുകളെ സുഖപ്പെടുത്തി. പിന്നെ ഇന്ന് വരെ കണ്ണട വെക്കേണ്ടി വന്നിട്ടില്ല. ചോദിക്കാതെ കിട്ടിയ ദാനത്തിന് സർവശക്തനായ ദൈവത്തിന്, അവർണ്ണനീയമായ ദാനത്തിന് സർവശക്തന് സ്തുതി. കൈയടിച്ച് ഈശോയെ മറന്നെടുക്കാം. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, സന്തോഷത്തോടെ സന്തോഷത്തോടെ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും.